السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم. شر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. മുഅ്മിനീങ്ങളെ, വിശ്വാസിയും അവിശ്വാസിയും മരണം സാക്ഷി പറയുന്നു എന്ന അതിവിപുലവും ഗഹനവുമായ വിഷയമാണ് പറയാനുള്ളത്. വളരെ ശ്രമകരമായ ഒരു ദൗത്യം നിർവഹിക്കുകയാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഈ വിഷയത്തിൽ ഇനിയും പഠനങ്ങൾ അനിവാര്യവുമാണ്. എന്തുകൊണ്ടെന്നാൽ മരണം എന്നത് വലിയ ഒരു കാര്യമാണ്. മരണമാണ് ജീവിതത്തിന്റെ വിജയം അല്ലെങ്കിൽ പരാജയം. മരണം എന്നുള്ളത് എല്ലാവർക്കും അനിവാര്യമാണ്. പക്ഷേ അത് നല്ല നിലയിലാകുമ്പോൾ അതിന്റെ പേരിൽ മനുഷ്യൻ ലാഭിയാവുകയാണ്. ഇങ്ങനെ ലോകത്തിൽ ലാഭം ലഭിച്ചിട്ടുള്ള അനവധി ആളുകൾ, സ്വച്ഛന്തമായി കലിമ ചൊല്ലി മരിച്ചിട്ടുള്ള അനവധി നല്ല മനുഷ്യർ, എന്നാൽ വഴിവിട്ട അബദ്ധ സഞ്ചാരം കൊണ്ട് ഒരു കാലത്ത് എല്ലാമായിരുന്ന ചില ആളുകൾ പിന്നീട് നിന്ദരും നീചരുമായി മരിച്ചിട്ടുള്ള ചില സംഭവങ്ങൾ, ഇതെല്ലാമാണ് ഇന്ന് ശ്രമകരമായ ഒരു നിലയിൽ ഒരു വിഷയത്തിൽ കോർത്തിണക്കിയിട്ടുള്ളത്. അല്ലാഹു തആല നമ്മുടെ ഈ അധ്വാനത്തിന് പ്രതിഫലം നൽകട്ടെ. അല്ലാഹു അധ്വാനത്തിന് പ്രതിഫലം നൽകട്ടെ. മരണം എന്നത് പലപ്പോഴും പലയിടത്തും ചർച്ച ചെയ്യുന്നത് തന്നെ കുറവാണ്. ഒരാളുടെ ആത്മകഥ പരിശോധിച്ചാൽ പോലും പലയിടത്തും മരണ രംഗത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല ചരിത്രത്തിൽ. അതുകൊണ്ട് തന്നെ അത് രണ്ട് കാരണങ്ങൾ ഉണ്ടാകാം. ഒന്ന്, ചില രാജ്യങ്ങൾ, ആ രാജ്യത്തിന്റെ പ്രധാനികളായിരുന്ന ആളുകൾ നിന്ദരായി മരിച്ചു എന്ന് പുറം ലോകം അറിയുന്നതിന് അവർക്കുള്ള മാനസികമായ വ്യഥ, ഇതായിരിക്കും ചരിത്രത്തിൽ നിന്ന് ഗൗരവമായി അത് നീക്കം ചെയ്തിട്ടുള്ളത്. an എക്സാമ്പിൾ, വ്ളാഡിമിർ ലെനിനെ കുറിച്ച് നെറ്റിൽ വളരെ ഗൗരവമായി വിശദീകരിച്ചിട്ടുണ്ട്. വളരെ വലിയൊരു ആളായി ചിത്രീകരിച്ചിട്ടുണ്ട്. എന്നാൽ അന്ത്യനിമിഷങ്ങൾ വളരെ പ്രയാസകരവും ഗുഹ്യരോഗം ബാധിച്ചാണ് ലെനിൻ മരിച്ചത് എന്നത് വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രം അറിയുന്ന സിഫിലിസ് ബാധിച്ച് മരിച്ച ഒരാളാണ് ലെനിൻ. എന്നാൽ ഇത് വളരെ രഹസ്യമായി ലെനിന്റെ മരണത്തെക്കുറിച്ച് പോലും അവർ ഗോപ്യമാക്കി വച്ചിരിക്കുകയാണ്. ഈ കാര്യം പുറം ലോകം വല്ലാതെ അറിഞ്ഞില്ല. നെറ്റിൽ ആ ചർച്ച പോലും കാണുന്നില്ല. ഇങ്ങനെ അനവധി ആളുകൾ, പിന്നെ ആ ചർച്ചയ്ക്ക് ഞാൻ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുറച്ചൊക്കെ സുഖകരമാകുമെന്ന് തോന്നിയ ഒരു വിഷയം വളരെ കൂടുതൽ പഠിക്കേണ്ടി വന്ന ഒരു സംഗതിയാണിത്. എന്നാൽ നമുക്കത് വലിയ പാഠമാണെന്നും ഞാൻ മനസ്സിലാക്കും. അല്ലാഹു തആല നല്ലവരായി ജീവിച്ച് നല്ല മരണം മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് അല്ലാഹു നൽകട്ടെ. മനുഷ്യർക്ക് ജീവിക്കുന്നവരോട് ഈ സന്ദേശം പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ ജീവിക്കുന്ന നാം നമ്മുടെ ജീവിതത്തെ ഇതനുസരിച്ച് ശ്രദ്ധിക്കാൻ ശ്രമിക്കേണ്ടതാണ്. മരണം എന്നത് കൊതിക്കേണ്ട ഒരു കാര്യമായി വിശുദ്ധ ഖുർആൻ പലയിടത്തും പറയുന്നു.
മരിക്കാൻ കൊടിക്കാൻ കഴിയാത്ത ആളുകളെയും പറയുന്നു. ഹബീബായ റസൂലുള്ളാഹി ഇങ്ങനെ പറഞ്ഞു, മൻ അഹബ്ബ ലിഖാഅല്ലാഹി അഹബ്ബല്ലാഹു ലിഖാഅഹു മൻ കരിഹ ലിഖാഅല്ലാഹി കരിഹല്ലാഹു ലിഖാഅഹു. ഒരാൾക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ താല്പര്യമുണ്ടായാൽ അയാളെ കണ്ടുമുട്ടാൻ അള്ളാഹുക്കും താല്പര്യമുണ്ടാകും. അതായത് മരിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. അതായത് എന്റെ റബ്ബിനെ കാണുന്ന ദിവസം സന്തോഷമാകും എന്ന ഒരു മനസ്സിന്റെ ഒരു ആന്തോളനം. എന്നാൽ വമൻ കരിഹ ലിഖാഅല്ലാഹി കരിഹല്ലാഹു ലിഖാഅഹു. ചില ആളുകൾ മരിക്കുക എന്ന് അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല. അള്ളാഹിനെ കാണുക എന്നത് അവർക്ക് ആലോചിക്കാൻ കഴിയും. അള്ളാഹുവിനെ കാണുന്നതിന് അവർക്ക് വെറുപ്പാണെങ്കിൽ അവരെ കാണാൻ അള്ളാഹുവിന് വെറുപ്പാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്രായേലിനോട് സയ്യിദുന ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് നിങ്ങൾ എനിക്ക് വിഷയമില്ല എന്ന് പറഞ്ഞ അനവധി ആളുകൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒമിൻഹും ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു. നിങ്ങൾ വിഷയം തന്നെയല്ല, അതൊക്കെ ഞാൻ നേരത്തെ കാത്തിരിക്കുന്ന എന്റെ റബ്ബ് മാത്രമേ വിഷയമുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സാഹിബ് പോലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിന്തിക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇൻ കാനത് ലകുമുദ് ദാറുൽ ആഖിറ ഇൻദല്ലാഹി ഖാലിസതൻ മിൻ ദൂനില്ലാഹ് فتمنوا الموت إن كنتم صادقين ولن يتمنوه أبدا بما قدمت أيديهم والله عليم بالظالمين ولتجدنهم أحرص الناس على حياة ومن الذين أشركوا يود أحدهم لو يعمر 1000 سنة وما هو بمزحزحه من العذاب أن يعمر والله بصير بما يعملون. البقرة 92, 93, 94, 94, 95, 96 ആയത്തുകൾ. قل إن كانت لكم الدار الآخرة عند الله خالصة من دون الناس. യഹൂദികൾ പറഞ്ഞിരുന്നു സ്വർഗം ഞങ്ങളുടെ മാത്രം ദാനമാണ്, ഞങ്ങൾക്ക് മാത്രമുള്ളതാണ്. അപ്പോൾ ഖുർആൻ അവരോട് പറഞ്ഞു, എന്നാൽ നിങ്ങൾ മരിക്കാൻ കൊതിക്കുവീൻ. ഫതമന്നവുൽ മൗത ഇൻ കുൻതും സ്വാദിഖീൻ. സ്വർഗം നിങ്ങളുടെ ദാനമാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് മരിക്കാൻ കൊതിച്ചുകൂടാ? എന്തുകൊണ്ട്? അവിടെ എത്തിയാ പിന്നെ നിങ്ങളുടെ ജീവിതം സന്തോഷത്തിലാകുമല്ലോ. അതുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് മരിക്കാൻ ആഗ്രഹിച്ചുകൂടാ എന്ന് വിശുദ്ധ ഖുർആൻ പറയും. അബദൻ ബിമാ ഖദ്ദമത് അയ്ദീഹിം വല്ലാഹു അലീമും ബിൽസാലിമീൻ. തങ്ങൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾ കാരണം ഒരിക്കലും മരിക്കാനുള്ള കൊതി യഹൂദികൾക്ക് വരില്ല. അവർക്ക് അവരെ കുറിച്ച് ബോധ്യമുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നോക്കൂ, ഇത് തന്നെ ജുമുഅ സൂറത്തിന്റെ 6, 7, 8